ലാപ്ടോപ്പ് സ്പെസിഫിക്കേഷൻ ഉണ്ടല്ലോ 4 GB റാം 256 GB മെമ്മറി സോറി 128 GB മെമ്മറി 4 GB റാമും കോർ 2 പ്രൊസസർ അടങ്ങിയ ഒരു ലാപ്ടോപ്പിന് ഓൺലൈൻ മാർക്കറ്റിൽ എത്ര രൂപ കിട്ടുമെന്ന് ചുമ്മാ അടിച്ചു നോക്കുക. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. 12,499 മുതൽ 25,000 വരെ വരും. ഈ ഒരു പ്രോസസ് ഈ സ്പെസിഫിക്കേഷൻ പർട്ടിക്കുലർ സ്പെസിഫിക്കേഷനും KSFE ഇത് പർച്ചേസ് ചെയ്ത് കൊക്കോണിക്സിന്റെ 15,000-നും ബാക്കി ലെനോവോ 17,000-നും 12,000-നും. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. എടാ ഒരു ഏത് നാട്ടും പുറത്ത് ഒരു ലോക്കൽ കച്ചവടക്കാരനോട് പോയി ചോദിച്ചു നോക്കണം, ഒരു 100 എണ്ണം ഒരുമിച്ച് മേടിക്കുമ്പോൾ എത്ര രൂപയ്ക്ക് കിട്ടുമെന്നും 1000 മേടിക്കുമ്പോൾ എത്ര രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് താഴെ കിട്ടേണ്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പതുക്കെ പറയടാ മൈക്ക്. അങ്ങനല്ലെന്നേ, സർക്കാർ സംവിധാനം അതിന്റേതായ വ്യവഹാരങ്ങളുണ്ട്, അതിന്റേതായ ഉത്തരവുകളുണ്ട്, അതിന്റെ ടെൻഡറുകളുണ്ട്, പർച്ചേസ് പേപ്പറുണ്ട്, പർച്ചേസ് മാനുവലുണ്ട്. അതിന് പ്രകാരമേ വരൂ ഈ കാര്യം. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ആയിക്കോട്ടെ, അപ്പൊ അത് കള്ളത്തരം സംഭവിച്ചാൽ മതി. കറക്റ്റായിട്ട് കള്ളത്തരം കാണിച്ചു. അതെങ്ങനെ കള്ളത്തരം കാണിക്കുക? 2 രീതി ചെയ്യാം. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഈ അഴിമതി മനോഹരമായ വൈറ്റ് ആക്കി ചെയ്യാൻ പറ്റും. തോന്നല ഒരു തോന്നലല്ല എന്ന് പറഞ്ഞാൽ ഈ ബോധമുള്ളവൻ അറിയാം. കുറെ നേരമല്ല നീ കിടന്ന് കുറയ്ക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വേണ്ട അഖിൽമാരാർ പറയുന്നത് യാതൊരു രേഖാപരമായ സാധനമില്ല, വെറുതെ അടിച്ചുവിടുക. ഞാൻ പറയാം, എന്റെ ആശ്മി 25,000 ഞാൻ പറയാം. കോമൺ സെൻസിലെ ചോദ്യം. എന്റെ പൊന്നുണ്ണിച്ചാ, ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട. 18,000 ലാപ്ടോപ്പ് ആണോ? ഇതിന് 55,000 മേടിക്കുമ്പോ എത്ര രൂപയ്ക്ക് കിട്ടിയേക്കാന്നാ ഹാഷ്മി വിചാരിക്കുന്നത്? ഇല്ല അഖിൽമാരെ, അങ്ങനെ പറ്റില്ലാന്നേ. എന്താ പറ്റാത്തത്? ഇത് KSFE സർക്കാർ സ്ഥാപനമാണ്. അതുകൊണ്ട് അത് KSFE സർക്കാർ സ്ഥാപനമാണ്. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഞാൻ അലമ്പുണ്ടാക്കൂടാ, എന്റെ അവസാനത്തെ ആഗ്രഹം ഇത്. പേപ്പർ വർക്ക് ഉണ്ട്, അതിന് പർച്ചേസ് മാനുവൽ ഉണ്ട്, അതിന് പ്രകാരം വാങ്ങാൻ കഴിയൂ. അഖിൽമാരാർ പറയുന്നത് പ്രകാരം 15,000 രൂപ ലാപ്ടോപ്പ് 15,000 രൂപ കിട്ടിയെങ്കിൽ ആ വില അതിൽ കാണിക്കാൻ പറ്റുമെന്നേ. ഞാൻ പറഞ്ഞത് അങ്ങനെ, അവിടാണ് കള്ളത്തരം എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം. സപ്പോസ് ഈ ഫോൺ സാംസങ് S24 അൾട്രാ, ഇതിന് 1,20,20,000 വില ഉണ്ടെന്ന് വെച്ചോ. ഹാഷ്മിക്ക് ഞാനൊരു ടെൻഡർ തരികയാണ്. ഹാഷ്മി ആരാണ്? സാംസങ്ങിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. 50,000 ഫോൺ എനിക്ക് വേണമെന്ന് പറയുന്നു. ഇതിന് പൊതുമധ്യത്തിലെ വില 1,20,000 രൂപ. 50,000 എണ്ണം ഓർഡർ തരുമ്പോൾ പുല്ല് പോലെ ആഷ്മി എനിക്ക് ഒരു 40,000 50,000 രൂപയ്ക്ക് സാധനം ഓർഡർ ചെയ്യും. പക്ഷേ ബില്ല് 1,20,000 എനിക്ക് തരൂ. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല, എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. ബില്ല് അവിടെ തരൂ. ബാക്കി പരിപാടി ഉടായ്പ. ഇത് ആൾക്കാർ ഉടായ്പന്ന് അഖിൽമാർ തോന്നുന്ന നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്ന ഉടായ്പ രേഖാപരമായി തെളിയിക്കാൻ ഒരു രേഖയും അഖിൽമാരുടെ പക്കലില്ല. ഇല്ല, പറ്റില്ല, ഒരിക്കലും പറ്റില്ല. 100% ഹാഷ്മിയോട് അംഗീകരിക്കുന്നു. ഇതുപോലാണ് ഞാൻ പറയുന്നത്. 100% ഞാൻ പറഞ്ഞോട്ടെ, അഖിൽമാരുടെ എല്ലാ വാദങ്ങളും ഇത്തരത്തിൽ സംശയത്തിന്റെ ഭാഗമായിട്ടാണ്. ബോധമുള്ളവന് മനസ്സിലാവും. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ വെടി വെക്കാൻ ഇറങ്ങിയാൽ വെച്ചിട്ട് വേണം, ഇടയിൽ കൊണയറടിച്ചു. അഖിൽമാരുടെ എല്ലാ വാദങ്ങളും ഇത്തരത്തിൽ അസംശന്റെ ഭാഗമായിട്ടാണ്. അഖിൽമാരുടെ സംശയങ്ങളാണ് എല്ലാം. കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വലിയവനാണ്, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോൾ അക്ഷരസ്ഫുടത, എല്ലാം എനിക്ക് ഇഷ്ടമായി. ബോധമുള്ള ഒരു ജനതയ്ക്ക് മനസ്സിലാവും. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. 55,000 ലാപ്ടോപ്പിന് വിപണിയിലുള്ള വിലയെക്കാട്ടിയും ഒരു ടെൻഡർ അടിസ്ഥാനത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് ഇവർക്ക് കിട്ടിയേക്കാം? എന്തുകൊണ്ട് ബില്ല് ഈ റേറ്റിൽ വരുന്നു? എത്ര രൂപ മോട്ടിച്ചിട്ടുണ്ട്? ഇനി ഞാൻ ഇവിടുന്ന് കൊലപാതകയാവും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല.